ഏറ്റവും ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മുടെ ഈ നമുക്ക് വാക്കുകളെ കുറിച്ചിട്ടുള്ള വാക്കുകളുടെ ഒരു അറിവെങ്കിലും വർദ്ധിക്കുന്നുള്ളതാണ്. വലിയ ഒരു കാര്യമായിരുന്നു, അതൊക്കെ ഇല്ലാതായി പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പഠനം എന്നൊക്കെ പറയുന്നത് ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ നമ്മുടെ ഒരു മാനുഷിക ഭാവങ്ങൾ അതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. സൗഹൃദത്തിന് പകരം വിദ്വേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളിപ്പോൾ സാഹിത്യം കല എന്നൊക്കെ പറയുന്നതിനോടുള്ള അലംഭാവത്തിന്റെ വേറൊരു ഭാഗം കൂടിയാണ്. കാരണം അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഭാവിയിൽ പ്രയോജനപ്പെടും, സംശയമൊന്നുമില്ല. അത് നമ്മുടെ ജീവിതോപാധിയായി തീർന്നേക്കാം. അതൊക്കെ ശരിയാണ്. അത് ഒരുപാട് അനുഭവങ്ങൾ നമുക്കിപ്പോൾ ഈ വർത്തമാനകാലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ഈ സിനിമകളിൽ ഇപ്പോൾ ഞാൻ സിനിമാ രംഗത്തോട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ചെറുപ്പകാലങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ജീൻ വാൾഡിൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ബിഷപ്പിന്റെ വീട്ടിൽ വന്ന് അവിടുത്തെ സ്പൂണുകൾ മോഷ്ടിക്കുന്നു. അത് പോലീസ് പിടിക്കുന്നു. അതിൽ ബിഷപ്പിനെ മുമ്പിൽ ഹാജരാക്കും. അപ്പോൾ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതൻ, ഒരു ആത്മീയ നേതാവാണ്, വളരെ എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നുണ പറയാനൊന്നും പാടില്ല, നുണ പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ സാഹിത്യം ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഭാഗത്തിന്റെ അഭാവം എന്ന് നമ്മൾ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഇവിടെ മാഷ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഈ എഴുത്തിനോട് താല്പര്യം തോന്നിയത് ഈ പറഞ്ഞ പോലെ ആ ഒരു ചെറുപ്പകാലത്ത് ഒരു യാത്രയിൽ നിന്ന് വൃദ്ധൻ പറഞ്ഞ സംഗതി വൃദ്ധൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ സിനിമ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ചെറുപ്പത്തിൽ പല വാക്കുകളും അന്നൊക്കെ ആദ്യമായിട്ടാണ് പല വാക്കുകളും കേൾക്കുന്നത്. അപ്പോൾ 1000 പാദസരങ്ങൾ കിരുങ്ങി അലവാപ്പുഴ പിന്നെയും ഒഴുകി എന്നൊക്കെ പറയുമ്പോൾ